ഇവിടെ ഒരു പാസഞ്ചർ പ്ലെയിൻ ക്രാഷ് ആയി കടലിലേക്ക് വീഴുന്നു. എന്നാലും അതിനകത്തേക്ക് ഒരു തുള്ളി വെള്ളം പോലും കയറുന്നില്ല. പക്ഷെ അതോർത്ത് അവർക്ക് സന്തോഷിക്കാൻ കഴിയില്ല. കാരണം അവർ നൂറുകണക്കിനടി താഴ്ചയിലാണുള്ളത്. അതേസമയം കമ്മ്യൂണിക്കേഷൻ ഡിവൈസും ഫെയിൽ ആയതുകൊണ്ട് കൺട്രോൾ ടവറിന് അവർ എവിടെയുണ്ടെന്ന് പോലും അറിയില്ല. സോ ഓക്സിജൻ തീർന്ന് അവിടെ കിടന്ന് മരിക്കുകയല്ലാതെ അവർക്ക് വേറെ വഴിയില്ല. അതോർത്ത് എല്ലാവരും വിഷമിച്ചിരിക്കുമ്പോൾ ഫ്ലൈറ്റിനകത്തേക്ക് കുറച്ചായി വെള്ളം കയറാൻ തുടങ്ങുന്നു. എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന സിറ്റുവേഷനിൽ പൈലറ്റ് ട്രാൻസ്മിറ്റിംഗ് ഡിവൈസ് എടുത്തുകൊണ്ടുവരുന്നു. അത് എങ്ങനെയെങ്കിലും വെള്ളത്തിന് മുകളിലേക്ക് കൊണ്ടുപോയാൽ അവരെ അന്വേഷിക്കുന്നവർ അവരുടെ ലൊക്കേഷൻ കണ്ടെത്തും. പക്ഷെ പുറത്തേക്ക് പോകാനുള്ള ഹാച്ച് ഓപ്പൺ ചെയ്താൽ അകത്തുള്ളവരെല്ലാം മരിക്കും. അതുകൊണ്ട് പൈലറ്റും കോ പൈലറ്റും ലഗേജ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്ന് പാസഞ്ചേഴ്സ് ഉള്ള സ്ഥലം ടൈറ്റായി ലോക്ക് ചെയ്യുന്നു. അതിനുശേഷം പുറത്തേക്ക് പോകാനുള്ള ഡോർ ഓപ്പൺ ചെയ്യുന്നു. പക്ഷെ വെള്ളത്തിന്റെ പ്രഷർ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലാണ്. അവർ ഡോർ ഓപ്പൺ ചെയ്തതും ഹൈ പ്രഷറിൽ വെള്ളം അകത്തേക്ക് വന്ന് കോ പൈലറ്റിന് അപകടം പറ്റുന്നു. ഉടനെ പൈലറ്റ് അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അതിനുള്ളിൽ അദ്ദേഹം മരിക്കുന്നു. അതേസമയം മറ്റ് പാസഞ്ചേഴ്സിന്റെ ജീവനും വിലപ്പെട്ടതായതുകൊണ്ട് തന്റെ ഹൃദയത്തെ കല്ലാക്കി അദ്ദേഹത്തെ അവിടെ ഉപേക്ഷിച്ച് പുറത്തേക്ക് പോകുന്നു. എന്നിട്ട് ആ ട്രാൻസ്മിറ്റിംഗ് ഡിവൈസിലുള്ള കുഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നു. അടുത്ത നിമിഷം തന്നെ എയർ കുഷൻ പുറത്തു വന്ന് ട്രാൻസ്മിറ്റിംഗ് ഡിവൈസിനെ കടലിന് മുകളിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം പൈലറ്റ് മുകളിലേക്ക് വന്ന് അതിലുണ്ടായിരുന്ന ബട്ടൺ അമർത്തിയതും അവരെ അന്വേഷിക്കുകയായിരുന്നവർ അവരുടെ ലൊക്കേഷൻ കണ്ടെത്തുന്നു.